നമ്മുടെ മക്കൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളുണ്ടല്ലോ, അതൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിന് ഭയങ്കര അഭിമാനമാണ്. കാരണം ഓരോ മൊമെൻ്റ് അവരുടെ ഓരോ കഠിന പ്രയത്നത്തിൻ്റെ വിജയത്തിന് നമ്മുടെ നാട്ടുകാരും അതുപോലെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും സ്ഥാപനങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള അംഗീകാരമാണ്. അവരന്ന് അത്ര പുരസ്കാരമൊക്കെ കൊടുത്ത് ആദരിച്ച് ചേർത്ത് നിർത്തി സപ്പോർട്ട് നൽകിയത് കൊണ്ടുകൂടിയാണ് പിന്നീട് നമ്മുടെ മക്കളൊക്കെ അവർക്ക് കൂടുതൽ ഉയരങ്ങളിലൊക്കെ എത്താനും ഒക്കെ പ്രചോദനമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇത് കണ്ടോ, ഇത് ഒരു 18 വർഷം മുമ്പേ ഇതെൻ്റെ മോന് മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടുന്ന് കൂടുതൽ മാർക്ക് വാങ്ങിയപ്പോൾ ഒരു ക്ലബ്ബ്, കുട്ടികളുടെ ഒരു ക്ലബ്ബുണ്ട്, എന്താ സ്പാർക്ക് ബോയ്സ് ആനപ്പടി, അവർ സമ്മാനിച്ചതാണത്. 18 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു തിളക്കവും ഭംഗി എന്താണ്, അത്രയും ഞാൻ സൂക്ഷിച്ച് വെക്കും. ഞാൻ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ മൊമെൻറ്റോസും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കലുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ 2015 എൻ്റെ മോനക്ക് കിട്ടിയ ഒരു പുരസ്കാരമാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴും നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഇതേപോലത്തെ കുറേ മെഡലുകളുണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ മെഡലുകൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എത്രയോ വർഷങ്ങളായി. പക്ഷേ ഇതൊക്കെ ഞാൻ ഇതൊന്നും എടുത്ത് ഒഴിവാക്കുക, അതൊക്കെ കളറൊക്കെ പോയി നിറം മങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഇപ്പോഴും എൻ്റെ മകന് കിട്ടിയ ഒരു നിധിയായിട്ട്, നിധി പോലെ ഇതിപ്പോഴും സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് അവരന്ന് അത്രയും കഠിന പ്രയത്നം ചെയ്തിട്ടാണ് അവർക്ക് ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വില കൽപ്പിച്ചിട്ട് അത് സൂക്ഷിച്ച് വെക്കണം.